ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് CSK തുടരുന്നത്. ഇത്തവണ 4 മത്സരത്തിൽ ഒരു ജയം മാത്രമാണ് ടീമിന് നേടാനായത്. അവസാന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോടും ചെന്നൈ പരാജയപ്പെട്ടു. സ്വന്തം തട്ടകത്തിൽ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹിയോട് പരാജയപ്പെടുന്നത്. അതുതന്നെ ആരാധകരെ നിരാശപ്പെടുത്തുന്നതാണ്. എന്നാൽ സ്വന്തം തട്ടകത്തിൽ പോലും ജയിക്കാനാവാത്ത രീതിയിൽ ചെന്നൈ സമ്മർദ്ദത്തിലാണെന്ന് പറയാം. CSK സംബന്ധിച്ച് തിരിച്ചുവരവെന്നത് വലിയ അസാധ്യമായ കാര്യവുമാണ്. വെല്ലുവിളികൾ മറികടക്കാൻ CSKയ്ക്ക് പഴയ ടീമില്ല. വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും അഭിമാനം കാക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ ചെന്നൈക്ക് അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും. CSKയുടെ നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് ആണെങ്കിലും ടീമിന്റെ ഡമ്മി ക്യാപ്റ്റനാണ് അദ്ദേഹം എന്ന് എല്ലാവർക്കും അറിയാം. MS ധോണിക്ക് കീഴിൽ വീർപ്പ് പൊട്ടുന്ന അവസ്ഥയിലാണ് ഋതുരാജ് ഉള്ളത്. ധോണി ടീമിൽ നിന്ന് മാറി ഋതുരാജ് സ്വതന്ത്രത്തോടു കൂടെ നയിക്കാൻ ഒരുങ്ങുന്ന അവസരം നൽകണമായിരുന്നു. എന്നാൽ ധോണി ഉള്ളിടത്തോളം കാലം അതിന് സാധ്യമല്ല. സീനിയർ താരങ്ങളടക്കം ധോണിയുടെ വാക്ക് മാത്രമേ കേൾക്കൂ. മാനേജ്മെന്റിനും ധോണിക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ട്. CSKയ്ക്ക് രക്ഷപ്പെടാൻ യുവതാരങ്ങൾ അത്യാവശ്യമാണ്. ഇമ്പാക്ട് പ്ലെയറായി ശിവൻ ദുബെ മാത്രമാണ് CSKയ്ക്കുള്ളത്. ഈ അവസ്ഥ മാറാൻ ധോണി കളിക്കാരൻ എന്ന നിലയിൽ വഴിമാറി കൊടുക്കണം. അങ്ങനെ വന്നാലേ ഋതുരാജിന് കീഴിൽ മികച്ച ടീമിനെ വളർത്തിയെടുക്കാൻ ചെന്നൈക്ക് സാധിക്കൂ. CSKയുടെ പ്രധാന പ്രശ്നം പവർ പ്ലേയിലെ മോശം പ്രകടനമാണ്. ഓപ്പണിംഗ് ബാറ്റർമാർ ഇതുവരെ റൺസ് കണ്ടെത്താനായിട്ടില്ല. രാഹുൽ ത്രിപാഠി, ഡെവൻ കോൺവേ, രച്ചൻ രവീന്ദ്ര, ഋതുരാജ് ഗെയ്ക്വാഡ് എന്നീ ഗംഭീര ഓപ്പണർമാർ ടീമിലുണ്ടായിട്ടും ഇതുവരെ മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കൂട്ടുകെട്ടൊന്നും ക്ലിക്കാവാതെ വരുമ്പോഴാണ് ഏറ്റവും സമ്മർദ്ദമുള്ളത്. മാത്രമല്ല മധ്യനിരയിലേക്ക് വിജയ് ശങ്കർ, ദീപക് ഹൂഡ എന്നീ താരങ്ങളെ പരിഗണിക്കുമ്പോൾ വളരെ പരിതാപകരവുമാണ്. അതുകൊണ്ട് തന്നെ ഫിനിഷിംഗിൽ പഴയ ജോഡികളായ ജഡേജ, ധോണിയെ തന്നെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ ടീമുകൾ ബഹുദൂരം സീനിയർ താരങ്ങൾക്ക് വേണ്ടി ചിന്തിക്കേണ്ട അവസ്ഥകൾ മാറി. യുവതാരങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതുകൊണ്ട് ചെന്നൈക്ക് അടുത്ത സീസണെങ്കിലും ധോണി ഇല്ലാതെ കളിക്കാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. ഞങ്ങളെ ചൂഷണം ചെയ്ത് ഇനിയും മതിയായില്ലേ, ഇനിയും ഞങ്ങൾക്ക് ധോണി മാജിക് കാണണമെന്നില്ലെന്ന ചെന്നൈ ആരാധകരുടെ വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്.